ക്രിസ്റ്റി നമ്മൾ എങ്ങോട്ടാ? നമ്മൾ സ്വർണ്ണമലയിലേക്ക്. ഇതാണ് സ്വർണ്ണമല. അതൊന്ന് കാണിച്ചെടുത്താൽ ഗൈസ്, ഈ കാണുന്ന മലയാണ് സ്വർണ്ണമല. ഇവിടുന്ന് സ്വർണ്ണം എടുക്കലുണ്ട്. ഞങ്ങൾക്ക് ഗുഹയെല്ലാം കാണിച്ചു തരാം. ഓണയ്ക്ക് അവിടെ സ്വർണ്ണം എടുക്കുന്ന ഗുഹയുണ്ട്. മേ ബി സ്വർണം കിട്ടും ഞങ്ങൾക്ക്. നമ്മളൊരു സ്വർണ്ണം തേടിയുള്ള യാത്രയിലാണ്. എന്ത്? അതെ. സോ അപ്പം നമ്മൾ ഈ മല കയറാൻ തുടങ്ങുകയാണ്. ഒരു ഓൾ ദി ബെസ്റ്റ് അറിയിക്കാം. ഗൈസ്, ഈ മല കയറി മേലെ എത്തണം. എപ്പോൾ എത്തുമെന്ന് അറിയില്ല. എത്തുമ്പോൾ കാണാം. ക്രിസ്റ്റീം അടുത്തോ? മാത്യു അടുത്തോ? ഗൈസ്, ഞങ്ങളടുത്ത് വെള്ളം പോയിട്ട് ഒന്നുമില്ല. ഗൈസ്, ഞങ്ങൾ ഒരു ഗുഹ എത്തി. അവിടെ ആൾക്കാരുണ്ട്. അവിടെ അവർ സ്വർണ്ണം എടുത്തോണ്ടിരിക്കുകയാണ്. ആ പ്രശ്നമില്ലല്ലോ. ഗൈസ്, അവിടെ നോക്കാം. ഇവിടെ ഒരു ഗുഹ. കുഞ്ഞു ഗുഹ ഗൈസ്. എന്ത് മാത്യു? കിതക്കലൊന്നും നിർത്തിയിട്ട് ഇനി അവിടെ എത്തണം. ആഞ്ജനേയ സ്വാമി. ഗൈസ്, ഞങ്ങൾ വണ്ടി വെച്ചത് അവിടെ. ഇവിടെ നടന്ന് ഇത്ര ദൂരം കയറി. ഇനി ഇത്രയും കൂടെ കയറാനുണ്ട് ബാക്കി. എന്ത്? ഇതൊരു ഗുഹയാണ്. ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ മലഞ്ഞു മണ്ടേക്കാ. മലേൻ്റെ ഗുഹ എത്തി. കരടി ഉണ്ടോ വയസ്സ്? അണ്ണാ, ഇതൊക്കെയുള്ള കരടി ഇറക്കുമോ? ഇതൊക്കെ കാണുമ്പോൾ സ്വർണം പോലെ ഇല്ലേ? സ്വർണ്ണാണ്. എന്ത് സ്വർണ്ണം ഉള്ളി കരടി ഉണ്ടാവോ? ഉള്ളി പോയിട്ട് വന്നാലോ? അരി വ്ളോഗിലാണ് ക്രിസ്റ്റി. അയ്യോ, നീ ഇങ്ങോട്ടാ ക്രിസ്റ്റി? എടാ, ഒരു മിനിറ്റ്. കയറി വേടാ. പിന്നെ വെള്ളം ഇല്ലാണ്ടിരിക്കൂ. കളിക്കല്ലേ നീ? സ്വർണ്ണമലയിലാണുള്ളത്. അതാ, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്വർണ്ണം കിട്ടും. എവിടെ നിന്ന് കിട്ടാൻ നോക്കിയാൽ താഴെ നോക്കി ചിലപ്പോൾ സ്വർണ്ണം ഉണ്ടാവും. അതെ, ഞങ്ങൾ വരുന്ന വഴിക്ക് സ്വർണ്ണമായിരിക്കും, നമുക്ക് അറിയില്ല. സോ നമ്മളിപ്പോ സ്വർണ്ണം തപ്പി വന്നല്ല, അതുകൊണ്ട് നമ്മളിപ്പോ തപ്പുന്നില്ല. നമ്മള് ഗുഹേന്റെ ഉള്ളിലെത്തി. ഗുഹേന്റെ ഉള്ളിൽ വെള്ളമൊക്കെ കണ്ടു മോനെ. ഇതൊക്കെ ഗോൾഡ് അവര് നോക്കി. സ്വർണ്ണമാണ്. സ്വർണ്ണല്ല, മണല. മരിച്ച് വീട്ടിൽ പോടാ. തിരിച്ചു. രണ്ട് ആർക്കിയോളജിസ്റ്റ് ഗുഹേന്റെ എക്സ്പ്ലോറിങ് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങാൻ നിൽക്കാം. പക്ഷെ ഇറങ്ങല് കുറച്ച് ടാസ്കാണ്. അവിടെ എത്തണം ഞങ്ങള്. ഇത്തിരി ഇറക്കാണ്. മിക്കവാറും രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ തീരും. അപ്പൊ സ്റ്റോറി ഇടുന്ന ജീവനോടെ ഉണ്ടെന്ന്. അപ്പൊ ഒരു ഗുഡ് ലക്ക് പറഞ്ഞ ഞാൻ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ബൈ. ഇറങ്ങിക്കോ. പോട്ടെ. എന്നിട്ട് അത് ഒടിയും. പറയാൻ പറ്റില്ല. സീനൊന്നുമില്ലടാ. എന്തായാലും അവിടം വരെ എത്തത്തുള്ളൂ. ഡാൻസ് ഏതാ ഡാൻസ്? പോകുമ്പോ സ്റ്റെപ്പ് കിട്ടിയിട്ടാ പോണേ. ഓരോ ഡാൻസ് സ്റ്റെപ്പ് റിഹേഴ്സൽ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വെളിച്ചത്തൊന്നൊരു ഹായ് കാണിച്ചടാ. അവൻ തിരിച്ച് എൻ്റെ പുറത്തെത്തി. വെളിച്ചം കണ്ട് ഹാപ്പി. ഗ്ലോ ഉണ്ടില്ലേ, അത് വെളിച്ചത്തിൻ്റെ. ക്രിസ്റ്റി ഇല്ലല്ലോ. ഓമേ, കുഴിയൊന്നും എനിക്കൊരു ഇഷ്ടമല്ല ക്രിസ്റ്റി. അതൊരു കുഴിയാണില്ലേ ഗൈസ്? ഗൈസ്, ഇത് വേറൊരു ഗുഹയാണ്. ഈ ഗുഹയ്ക്ക് പോകണമെങ്കിൽ മിക്കവാറും വവ്വാലടിച്ചാവും നമ്മള്. വെറുതെ ഒന്ന് പോയാൽ. ക്രിസ്റ്റി പോകാൻ ധൈര്യം ഉണ്ടോ? എന്താ ധൈര്യമില്ല നിനക്ക്?
എനിക്കും തരില്ല ഗൈസ്. അയ്യോ വേണ്ട, നമുക്ക് മല കയറാം. കേറ്. എന്താ എന്തിന് അങ്ങനെയൊന്നും പറയല്ലേ. അയ്യോ ഗൈസ് കണ്ടോ, കേറി അങ്ങ് എത്തി. അച്ഛൻ എന്തെങ്കിലും പറയണ്ടോ? നല്ല എക്സ്പീരിയൻസ് ആണ്, വേറെ ഒന്നും പറയാനില്ല. ആരും ട്രൈ ചെയ്തിരുന്നു. ഓ സൂപ്പറാ. ഞങ്ങൾ കാട്ടില്ല ഗൈസ്, ബ്ലഡ് കാണാൻ പോകുന്നേ ഉള്ളൂ. ആ ഗൈസ് ഞങ്ങൾക്ക് മല കയറി വയലറ്റ് കുറിഞ്ചി കിട്ടി. മാറി കാണിച്ചോട്ടെ. ഇതാണ് കാട്ടു വയലറ്റ് കുറിഞ്ചി. സ്വർണ്ണമുള്ള മലയിൽ മാത്രം ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത്. ആണ്. അതെ അതെ. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എത്തിയെന്ന്. സ്റ്റിൽ ഞങ്ങൾ എത്തിയിട്ടില്ല. സ്റ്റിൽ ഞങ്ങൾ മലേൻ്റെ മേലെ എത്തിയിട്ടില്ല. അതാണ് മടുത്തു ഗൈസ്. ഞങ്ങളുടെ വണ്ടി കണ്ടോ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള മല മണ്ടയിലെത്തി. എവറസ്റ്റ് കീഴടക്കി. സൂര്യൻ പ്രകാശം. കേറി വാതി. ഓ പക്ഷെ ഇതൊക്കെ കാണുമ്പോ കറക്റ്റ് സ്വർണം ഗൈസ്. ദേ ഇതൊക്കെയാണ് കേട്ടോ സ്വർണം.